ഹായ് ഓൾ, സൈലന്റ് ടെക്നിക്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എല്ലാ ആൾക്കാർക്കും അല്ലെ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊന്ന് സെറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും, അല്ലെങ്കിൽ ഇനി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോയിന്ന അല്ലെങ്കിൽ ഒരു ബിഗിനർ ലെവലിൽ ഉള്ള ഒരാളാണെങ്കിലും, എല്ലാ ആൾക്കാരും ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു 100% ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണെങ്കിൽ കുറെ ആൾക്കാർ കുറെ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലെ. നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ അങ്ങ് ഒന്ന് കറക്റ്റ് ആയിട്ട് സെറ്റ് ആവാത്ത ഒരു ഫീലിംഗ് മിക്കവാറും പല ആൾക്കാർക്കും ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ഒരു എക്സാം സീസൺ ഒരു 4-5 മാസമായിട്ട് നമുക്കൊരു വലിയൊരു എക്സാം സീസൺ ആയിരുന്നു. അപ്പൊ ആ ഒരു എക്സാം സീസണിന്റെ ഇടയിൽ നടന്ന എക്സാംസിൽ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ആ ഒരു പെർഫോമൻസ് സെറ്റ് ആക്കാൻ പറ്റില്ല. ഒരു 100% നിങ്ങൾക്ക് എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം അല്ലെ. ഇനി അതല്ല, നിങ്ങൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ ഈ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ആ ഒരു സീനിലേക്ക് വന്നിട്ട് അല്ലെ. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ ജോലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റെപ്സ് അല്ലെ, ആ ഒരു വഴികളാണ്, ആ ഒരു സക്സസിലേക്ക് ചാടിപ്പിടിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞ കേസിൽ, അതായത് ഒരു ബിഗിനർ ലെവലിലെ ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരു പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാലമായ ആൾക്കാരായാലും കാണുക. അപ്പൊ ഞാൻ മെയിൻലി ഇതിന്റെ അകത്ത് ആ ഒരു ബിഗിനർ ലെവലിന്റെ കേസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ അതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ, ആ ടൈം ലൈൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ബാക്കി അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു സ്റ്റെപ്സ്, ആ ഒരു മെത്തേഡ്സ് നിങ്ങൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കാം അല്ലെ. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഏതൊരു എക്സാമിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെ, എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് വേണം, റൈറ്റ്. ഇനി പ്ലാനിങ്ങിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യാന്നുള്ളത് അത് ഞാൻ ഇന്ന് മുതൽ അങ്ങോട്ടേക്ക്, ഞാൻ ആക്ച്വലി ഇവിടെ ആ ഒരു നവംബറിന്റെ ഏകദേശം ലാസ്റ്റ് ആയി അല്ലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ഡിസംബർ മുതൽ അങ്ങോട്ടേക്ക് ഉള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു നെക്സ്റ്റ് നമുക്ക് പൊതുവെ ആദ്യമായിട്ട് നിങ്ങൾ ഒരു PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യം നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് സബ്ജക്ട്സ് റിവൈസ് ചെയ്ത്, മേ ബി നിങ്ങൾ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ അതിൽ കുറെ നോട്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, അത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കയ്യിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ ആ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം ഏകദേശം ഒരു 6 monthsോളം വരും അല്ലെ, ഒരു 6 മാസത്തിന്റെ അടുത്ത്. അതായത് ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുന്നു, അത് റിവൈസ് ചെയ്യുന്നു, എല്ലാം കൂടി ഒന്ന് കറക്റ്റ് ആക്കി സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ ഒരു 6 മാസം ടൈം ലൈനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിസംബർ മുതൽ അങ്ങോട്ടേക്ക് അല്ലെ, ആ ഒരു മെയ് ആകുമ്പോഴത്തേക്ക് ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന പോലെ ഒരു പ്ലാൻ സെറ്റ് ആക്കണം. അതായത് ഞാൻ പറഞ്ഞ കേസ് നമ്മൾ ഇന്ന് മുതൽ ജസ്റ്റ് ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് മന്തിൽ ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നു, സെക്കൻഡ് മന്തിൽ മറ്റേ സബ്ജക്ട് പഠിക്കും, അല്ലെങ്കിൽ ആ ഒരു മാസത്തിൽ 2 സബ്ജക്ട് പഠിക്കുന്നൊക്കെയുള്ള രീതിയിൽ പ്ലാൻ ചെയ്താൽ അത് കുറെ നീണ്ടു പോകും അല്ലേ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം, ആ മെയ് 31 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ എൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ സെറ്റ് ആക്കുക. അത് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗിന്റെ എക്സാംസ് മാത്രമല്ല, ഓൾ ഓവർ എല്ലാ ടൈപ്പ് ഓഫ് എക്സാംസിന്റെ അതുകൊണ്ടാണ് ഞാൻ ആ സബ്ജക്ട്സ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് തരുന്നത്. നിങ്ങൾ മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, എന്താണ് നമ്മുടെ RRB എക്സാമോ അല്ലെങ്കിൽ SSC എക്സാമിന്, അതല്ല വല്ല ജനറൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായാലും നിങ്ങൾ ആ ഒരു പ്ലാൻ അവിടെ സെറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ആ കേസ് നമ്മൾ ആ ഒരു 6 monthsന്റെ എൻഡ് ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ടല്ലേ, അടുത്ത ദിവസം ഞാൻ ആ എക്സാം എഴുതുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് നല്ല റാങ്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ആ ഒരു ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ഒരു പ്ലാനാണ് ഞാൻ പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം പഠിക്കുക, അത് റിവൈസ് ചെയ്യുന്നു, അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ഒരു ബാക്ക്വേർഡ് ആയിട്ട് പ്ലാൻ ചെയ്യാം. മെയ് 31 അല്ലെ, ആ ലാസ്റ്റ് 10-15 days മേ ബി കംപ്ലീറ്റ് റിവിഷൻ ആയിരിക്കാം. അതിന്റെ മുന്നേ ഉള്ള ആ ഒരു നമ്പർ ഓഫ് ഡേയ്സിന് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ സബ്ജക്ട്സിനെ അസൈൻ ചെയ്യുക. ആ സബ്ജക്ട്സ് തന്നെ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഒരു 6 monthsന്റെ പ്ലാൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങുക അല്ലെ. അപ്പൊ അതുപോലെ ഇതിന്റെ അകത്ത് വരുന്ന ബാക്കിയുള്ള ആ ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഞാൻ തൽക്കാലം ആ ഒരു ഓവറോൾ ഒരു 6 monthsന്റെ പ്ലാൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിൽ ഈ പറഞ്ഞ സബ്ജക്ട് ഒരു പ്രാവശ്യം പഠിക്കുക, അതിന്റെ റിവിഷൻ വരണം. ബാക്കി ഒരുപാട് മേ ബി ഒരു 10 to 20 സബ്ജക്ട്സ് വരെ എല്ലാ സബ്ജക്റ്റുകാർക്കും ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ ആ 20 സബ്ജക്ട്സ് ഓരോ സബ്ജക്റ്റിനും ഒരു 10 to 15 days വെച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാം. അതിന്റെ ബേസിസിൽ അല്ലെ, ചില സബ്ജക്ട്സ് 10 ദിവസം ഒരു ഹെവി സബ്ജക്ട്, ഒരു ഹെവി വൈറ്റ് സബ്ജക്ട് ആണെങ്കിൽ ആ കേസിൽ നിങ്ങൾ കുറച്ച് നമ്പർ ഓഫ് ഡേയ്സ് കൂടുതൽ കൊടുക്കുക. അതല്ലാണ്ട്
ആ ഒരു മാർക്സ് അത്ര കാര്യമായിട്ട് ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആണെങ്കിൽ അല്ലെ, ആ കേസിൽ വേണമെങ്കിൽ ആ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയും 6 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 180 ഡേയ്സ് വരും. 180 ഡേയ്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു PSC എക്സാമിന് 100 മാർക്സിന്റെ ഒരു എക്സാം ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ആ ഒരു സ്പ്ലിറ്റേജ് 150 ഡേയ്സ് പഠിക്കാനും ബാക്കി 30 ഡേയ്സ് റിവിഷനുള്ള രീതിയിൽ, ആ റിവിഷന്റെ ഏറ്റവും ലാസ്റ്റ് മാത്രമല്ല ഈ ഒരു 30 ഡേയ്സ് കഴിഞ്ഞാൽ ഒരു 2 ഡേയ്സ് റിവിഷന് വെക്കാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യാം. അതിൻ്റെ അകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി ആ സബ്ജക്റ്റിന്റെ നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്ട് എടുത്ത് പഠിക്കുന്നതിനേക്കാളും അവിടെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ എല്ലാ എക്സാംസിന്റെ ആ ഒരു മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുക അല്ലെ. ഒരു 10 മാർക്ക് അല്ലെങ്കിൽ ഒരു 15 മാർക്കിന്റെ സബ്ജക്ട് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഒരു അത്യാവശ്യം നല്ലൊരു ടൈം കൊടുക്കുക. അതേ സമയത്ത് ഒരു 5 മാർക്കിന്റെ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിന് നിങ്ങളല്ലേ ആ ഒരു നമ്പർ ഓഫ് ഡേയ്സിന്റെ എണ്ണം കുറച്ച് കൊടുത്താലും മതി. ഞാൻ പറഞ്ഞ കേസ് 150 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മാർക്കിന് ഒരു 1.5 ഡേയ്സ്, ഒരു മാർക്കിന് 1.5 ഡേയ്സ് ആണ്. അപ്പൊ 10 മാർക്കിന് സബ്ജക്ട് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 15 അല്ലെങ്കിൽ ആ ഒരു മാക്സിമം ഒരു 20 ഡേയ്സ് വരെ കൊടുക്കാം. അതല്ല ഒരു 5 മാർക്കിന്റെ സബ്ജക്ട് ആണെങ്കിൽ വേണമെങ്കിൽ ഒരു 6-7 ദിവസമൊക്കെ അവിടെ കൊടുത്താൽ മതിയാവും അല്ലെ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ആ ഒരു കംപ്ലീറ്റ് നിങ്ങളുടേതായ എക്സാംസിന്റെ സിലബസ് നോക്കിയിട്ട് ആ ഒരു ടൈം ഷെഡ്യൂൾ ഇന്ന സബ്ജക്റ്റിന് ഇത്ര ദിവസം അത് കഴിഞ്ഞിട്ട് റിവിഷൻ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. അത് ചില തിയറിറ്റിക്കൽ സബ്ജക്ട് ഉണ്ടാവും, ചില എന്താണ് കൺസെപ്ച്വൽ സബ്ജക്ട്സ് ഉണ്ടാവും, ചില ന്യൂമറിക്കൽ മാത്രമല്ലേ കാര്യമായിട്ട് ന്യൂമറിക്കൽസ് ചോദിക്കുന്ന സബ്ജക്ട് വരാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്യാം. ഒരു തിയറിറ്റിക്കൽ സബ്ജക്റ്റും ഒരു എന്താണ് ന്യൂമറിക്കൽ സബ്ജക്റ്റൊക്കെ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു അതായത് ഞാൻ പറഞ്ഞത് തുടങ്ങിയിട്ട് അവസാനം ഒരു 10 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരു സബ്ജക്ട് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. അവിടെ ചിലപ്പോൾ ആ ഒരു അവസാനം ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ പഠിച്ചാലും ബോറടിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 1, 2 അല്ലെങ്കിൽ 2, 3 ഒക്കെ സബ്ജക്ട് മിക്സ് ചെയ്യുക. ഒരു മാസം കൊണ്ട് ആ ഒരു 3 സബ്ജക്ട് പഠിക്കണം എന്നാണെങ്കിൽ അല്ലെ ഫസ്റ്റ് 3 ദിവസം അത് പഠിക്കുക, ഒരു സബ്ജക്ട് പഠിക്കുക. നെക്സ്റ്റ് 2-3 ഡേയ്സ് നിങ്ങൾ സബ്ജക്ട് B പഠിക്കുക, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 2-3 ഡേയ്സ് സബ്ജക്ട് C പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ റിവിഷൻ വെക്കുക അല്ലെ. ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പറയുന്ന ആ ഒരു 6 മാസം ടൈം ലൈന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഇനി ടൈം എങ്ങനെ നമുക്ക് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അവേഴ്സിന് നിങ്ങൾ ഒരു ദിവസം രാവിലെ ഞാൻ 6 മാസം കണക്ക് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ടൈം എങ്ങനെയാണ് നമ്മൾ ഒരു ഡേയിൽ ഉള്ള ടൈം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാനുള്ളത്. ഇത് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് മെയിൻലി ഒരു ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഐഡിയോളജിന്റെ ബേസിലാണ് എഴുതുന്നത്. അതായത് ഫുൾ ടൈം നമുക്ക് പ്രിപ്പറേഷൻ അവൈലബിൾ ആണെന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ഈ ഒരു കേസ് അവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇതില് ഫസ്റ്റ് എന്താണ് മോർണിംഗ് ഷിഫ്റ്റ്, അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ മോർണിംഗ് ഷിഫ്റ്റ്, നൂൺ ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് അല്ലെ. ആ മോർണിംഗ് ഷിഫ്റ്റിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, അത് നിങ്ങൾ നിങ്ങളുടേതായ ടൈം അല്ലെ. നിങ്ങൾ മോസ്റ്റ്ലി നമ്മൾ കുറച്ച് അതിരാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയും. പക്ഷെ നിങ്ങൾ ഇനിയിപ്പം നൈറ്റ് ലേണേഴ്സ് ആണ് അല്ലേ. കുറെ ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് രാത്രി കുറെ ഇരുന്ന് പഠിച്ചാലും കുഴപ്പമില്ല, രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആ ഷിഫ്റ്റുകൾ ഒന്ന് വേരി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് രാവിലെ നമ്മൾ പൊതുവെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രഷ് ആയിരിക്കും റൈറ്റ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയം മേ ബി ഒരു 2 അവേഴ്സോ അല്ലെങ്കിൽ 3 അവേഴ്സോ പഠിക്കാൻ വേണ്ടിയിട്ട് പുതിയ സാധനം പഠിക്കാൻ വേണ്ടി അവിടെ യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ഫ്രഷ് ആയിട്ടാകുമ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പുതിയ സാധനം പഠിക്കുന്ന കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും റൈറ്റ്. ഉച്ചക്കുള്ള സമയത്ത് പൊതുവേ നമ്മൾ ഫുഡ് കഴിക്കുന്നതല്ല, ചെറിയൊരു ഉറക്കമൊക്കെ വരാറുണ്ട്. വേണമെങ്കിൽ ചെറിയൊരു പവർ നാപ്പ് എടുക്കാം, ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ ഒക്കെ. അല്ലാണ്ട് നിങ്ങൾ കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം എഴുന്നേക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയത് അത് പിന്നെ മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ഡേ തന്നെ നശിപ്പിച്ചതല്ലേ. ആകെ മൊത്തം ഒരു ലേസി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു മടി പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. പിന്നെ നമുക്ക് ആ ഒരു രീതിയിൽ പിന്നെ ആ ദിവസം മൊത്തമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു രീതി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ പവർ നാപ്പ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യലാണ്. നമുക്ക് പുതിയ സാധനം പഠിക്കാതെ നിന്നാൽ ചിലപ്പോൾ ഉറക്കം വരാനുള്ള ചാൻസ് അവിടെ ഉണ്ട് അല്ലെ. അത് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ മെയിൻലി MCQs ചെയ്ത് നോക്കുക. ആ ദിവസം രാവിലെ പഠിച്ച സബ്ജക്റ്റിന്റെ ടോപ്പിക്കിൻ്റെതാവാം, അല്ലെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ ആ മുന്നത്തെ വീക്കിലൊക്കെ പഠിച്ച സബ്ജക്റ്റിനൊക്കെ വേണമെങ്കിൽ MCQs ചെയ്യാം. MCQs ചെയ്യുമ്പോഴും നമ്മൾ പൊതുവെ പറഞ്ഞ ആ ഒരു ടൈം കീപ്പ് ചെയ്യാം. നമുക്കൊരു 90 മിനിറ്റ്സിൽ 100 മാർക്കിന്റെ ഒരു എക്സാമാണ് BSc അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ 90 മിനിറ്റ്സിൽ 100 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 45 മിനിറ്റ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് അങ്ങനെ സ്പ്ലിറ്റ് ആക്കി ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഓൺലൈനിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അതിന്റെ ആൻസർ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്ത് പിന്നെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ആ ഒരു ടൈം കീപ്പ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് ചെയ്യുക, അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് ആ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എന്താണ് അല്ലെ, പിന്നെ പോയിട്ട് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അതിന്റെ ആ സൊല്യൂഷൻ ഒന്ന് തപ്പി നോക്കിയാൽ മതി. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അല്ലെങ്കിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്
നമ്മൾ ആ ഒരു എക്സാമിന്റെ സമയത്തും ഈ പറഞ്ഞ ആ ഒരു സെയിം ടൈം ലൈനിൽ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന പോലെയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ഒന്ന് കാര്യക്ഷമമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അതിന് ഞാൻ പറഞ്ഞ കേസ് നമ്മളൊരു 90 മിനിറ്റ്സിൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളൊരു 75 മിനിറ്റ്സ് കൊണ്ട് ആ 100 ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് കണ്ടിരിക്കണം അല്ലെ. പിന്നെ ആ നെക്സ്റ്റ് 10-15 മിനിറ്റ്സ് കൊണ്ട് ബാക്കി നമ്മൾ പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് മാറ്റിവെച്ച ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ സ്പ്ലിറ്റ് ചെയ്ത് ടൈം കുറക്കുമ്പോഴും അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് ആ ഒരു ടൈം നിങ്ങൾ കീപ്പ് ചെയ്യാം. ഈവനിങ് എഗെയിൻ എന്താണ് നമ്മൾ പൊതുവെ അല്ലെ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയം ആയതുകൊണ്ട് വീണ്ടും നിങ്ങൾ ആ ഒരു ഈവനിങ്ങിലെ ടൈം സ്റ്റഡിക്ക് വേണ്ടി മാറ്റി വെക്കുക. അത് നൈറ്റിൽ മെയിൻലി ഏറ്റവും ബെസ്റ്റ് റിവിഷൻ. നമ്മൾ ആ ഒരു ഫുൾ ഡേ വർക്ക് കഴിഞ്ഞിട്ട് മിക്കവാറും രാത്രി ആകുമ്പോഴത്തേക്ക് പുതിയ കാര്യം പഠിക്കൽ ചിലപ്പോൾ അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നൈറ്റിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ ഈ ഒരു ടൈമിന്റെ കേസ് എല്ലാത്തിനും 3 മണിക്കൂർ ഒന്നും ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ രാവിലത്തെ ഷിഫ്റ്റിന്റെ ആ ഒരു ഡ്യൂറേഷൻ കൂട്ടാം, ഉച്ചയ്ക്കുള്ള ഡ്യൂറേഷൻ കുറക്കാം അല്ലെ. അതുപോലെ നൈറ്റിന്റെ കേസിൽ വേണമെങ്കിൽ ഡ്യൂറേഷൻ കൂട്ടാം. അപ്പൊ അത് നിങ്ങളുടേതായ ആ ഒരു വർക്കിംഗ് സ്റ്റൈലിന്റെ ബേസിൽ ആ ഒരു വർക്കിംഗ് സൈക്കിളിന്റെ ആ ഒരു ബേസിൽ നിങ്ങൾ അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തുക. ഇനി നെക്സ്റ്റ് പറയുന്നത് ആ ഒരു ടാർഗറ്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ കേസിൽ ഞാൻ ആദ്യം പറയാൻ മതി ഇതിൽ ഈ എന്താണ് ആ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന കേസ്, നിങ്ങൾ പറ്റിയാൽ മേ ബി നിങ്ങളുടെ വല്ല ഫ്രണ്ട്സും ഈ ഒരു സെയിം പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവും അല്ലെ. അതായത് ആ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആൾക്കാരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവരെയും കൂടി നിങ്ങൾ കൂട്ടിപ്പിടിക്കുക. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ മാത്രം ഇപ്പൊ ഞാൻ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഈ മാസം ലാസ്റ്റ് ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണായതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു എന്താണ് 2 സബ്ജക്ട് നമുക്ക് പൊതുവെ എല്ലാവർക്കും സബ്ജക്ട് പറയാം. എന്താണ് ആ ഒരു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാത്സിന്റെ കേസ് വെറുതെ ഏതെങ്കിലും എക്സാം നമുക്ക് മാത്സ് ഒക്കെ ഉണ്ടാവുന്നില്ല. മാത്സ് അതുപോലെ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് അല്ലേ. അപ്പൊ ഈ 3 സബ്ജക്ട് ഞാൻ ഈ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്ലാൻ ഒരു ടൈം ടേബിൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം പഠിച്ചു. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എനിക്ക് കുറച്ച് മടി പിടിച്ചു, ഞാൻ അന്ന് പഠിച്ചില്ല. ആ ഒരു 3-ാമത്തെ ദിവസം മടി പിടിച്ചിട്ട് ഒഴിവാക്കിയതാണ്. ആ ക്ഷീണം തീർത്ത് ഞാൻ 4-ാമത്തെ ദിവസം കുറച്ച് സമയം എടുത്തു അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം, അതായത് ആ ഒരു പരിപാടി നീണ്ടു പോകും. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സമയത്ത് ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നില്ല. പക്ഷെ നമുക്ക് പ്രശ്നമില്ലല്ലോ, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ആരോടും സമാധാനം പറയാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് മേ ബി ഒരാഴ്ച കൊണ്ട് പ്ലാൻ ചെയ്ത സാധനം ഒരു 10 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ തീർക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൈം ലൈൻ എക്സീഡ് ആവും അല്ലെ. 6 മാസം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 10 മാസത്തേക്കോ പോയേക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് ഒരു മേ ബി നിങ്ങളുടെ ഒരു 2-3 ആൾക്കാർ മതി. അതിൽ കൂടുതലായാൽ ആൾക്കാർ കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയുന്ന ഒരു കേസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു 2-3 ആൾക്കാരുടെ ഒരു 3 ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. നിങ്ങൾ പറയാ ഒരാഴ്ച എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചു തീർക്കാന്ന് പറയാം അല്ലെ. അത് കഴിഞ്ഞിട്ട് ഈ മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് വെക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ 2-ാമത്തെ ദിവസം മടി പിടിച്ചിരുന്നാൽ എനിക്കറിയാം ബാക്കിയുള്ള 2 ആൾക്കാർ ആ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ആ സബ്ജക്ട്സ് പഠിച്ച് അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വെക്കാം അല്ലെ. വാട്സാപ്പ് കോളൊക്കെ വിളിക്കാം. 3 ആൾക്കാരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് കോളൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് അല്ലെ ആ വാട്സാപ്പ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബാക്കിയുള്ള 2 ആൾക്കാർ അത് പഠിക്കും. അവര് ആ സമയത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് അല്ലെ ഒരു നോക്കുകുത്തിയായിട്ട് ഇരിക്കേണ്ടി വരുന്നുള്ളൊരു പ്രശ്നം അവിടെ വരും. അപ്പൊ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ചും കൂടി ആ ഒരു ടൈം ലൈൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കേസ് നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് ആ ഒരു സ്റ്റഡി ഗ്രൂപ്പ്സ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീക്ക്ലി ടാർഗറ്റ്സ് പ്ലാൻ ചെയ്യാം, ഡെയിലി ടാർഗറ്റ്സ് പ്ലാൻ ചെയ്യാം. വേണമെങ്കിൽ എല്ലാ ദിവസവും കോൾ ചെയ്യാം അല്ലെ. ഇന്ന് നമ്മൾ ഇത് പഠിക്കുന്നു, രാത്രി ഒരു 9 മുതൽ 10 വരെ ആ ഒരു വീഡിയോ കോൾ വിളിച്ചിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ബാക്കിയുള്ള ആൾക്കാർ പഠിച്ച കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നില്ല. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് ടൈപ്പ് ഓഫ് ഒരു റിവിഷൻ അവിടെ നടക്കും. അപ്പൊ അതുകൊണ്ട് അത് അത്യാവശ്യം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടൂളാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു സബ്ജക്ട്സ് കറക്റ്റ് ആയിട്ട് ഇന്ന സബ്ജക്റ്റുകളുടെ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കുക, അതിന്റെ MCQs വർക്ക്ഔട്ട് ചെയ്യുക, അതുപോലെ ഡെയിലി ടോപ്പിക്സ് പ്ലാൻ ചെയ്യുക, അതിന്റെ MCQs വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക അല്ലെ. ഞാൻ പറഞ്ഞത് ആ ഒരു കറക്റ്റ് ആയിട്ട് 6 മാസം അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സമയത്ത് തീർക്കണമെങ്കിൽ ഓൾറെഡി പഠിച്ച ആൾക്കാരാണെങ്കിൽ ഈ 6 മാസത്തിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മേ ബി ഒരു 2 months കൊണ്ട് കംപ്ലീറ്റ് റിവിഷൻ നടത്താനുള്ള ഒരു എയിം വെച്ചിട്ട് പഠിക്കുക അല്ലെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇത് ഒരു വളരെ എഫക്റ്റീവ് ആയിട്ട് ഇപ്പൊ കറന്റ്ലി നമ്മൾ പറയുന്ന ഒരു ടൂളാണ്. അതിന് പോമോഡോറോ ടെക്നിക്ക് എന്ന് പറയാം. അതിന്റെ കാരണം ആ ഒരു ഫ്രാൻസിസ്കോ സിറിലിയോ എന്ന് പറയുന്ന ഒരു ഇറ്റലിക്കാരനാണ് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അയാളുടെ ആ ഒരു ഐഡിയന്റെ ബേസിലാണ് ആ ഒരു പോമോഡോറോ ടെക്നിക്. പോമോഡോറോ എന്ന് വെച്ചാൽ ഇറ്റാലിയനില് ടൊമാറ്റോ ആണ്. അപ്പൊ അയാളുടെ കയ്യിൽ ഒരു ടൊമാറ്റോ ഷേപ്പിലുള്ള ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ടാണ് അതിന് ആ ഒരു പേര്, ആ പോമഡോറോ എന്ന് പറഞ്ഞൊരു പേര് അവിടെ വന്നത് അല്ലേ. നിങ്ങൾ ആ ഒരു ടൊമാറ്റോ ഒക്കെ അവിടെ കണ്ടിട്ടൊന്നും ടെൻഷൻ അടിക്കണ്ട. അത് സയന്റിഫിക്കലി പല സ്റ്റഡീസിന്റെയും ബേസിസിൽ നമ്മൾ പറയുന്നത് ഒരു 30 മിനിറ്റ്സിൽ കൂടുതൽ ഒരാൾക്ക് ഒരു കാര്യത്തിൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ഒരു 100% കോൺസെൻട്രേഷനോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഡെയിലി ആ ഒരു ടൈം ലൈൻ ഒക്കെ വെച്ചു അല്ലെ, ഒരു 3 hours ഒരു ഷെഡ്യൂൾ വെച്ചു, അല്ലെങ്കിൽ ഒരു 2 hours ഒരു ഷെഡ്യൂൾ വെച്ച് വിചാരിക്കാം. അപ്പൊ അതില് രാവിലെ 9 മുതൽ 11 മണി വരെയാണെന്ന് വിചാരിക്കാം അല്ലെ. ആ ഒരു 9 to 11 ഇരുന്നിടത്ത് എഴുന്നേക്കാതെ പഠിക്കുക എന്നുള്ളൊരു സംഭവം നമ്മൾ പണ്ടേ പറഞ്ഞ് കേൾക്കാറുണ്ട് അല്ലെ. പക്ഷെ അതിനേക്കാളും ഏറ്റവും എഫക്റ്റീവായിട്ട് പറയുന്നത് ഈ പറയുന്ന പോമഡോറോ ബ്രേക്സ്, അതായത് നമ്മളൊരു 30 മിനിറ്റ്സ് എടുക്കുകയാണെങ്കിൽ 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. സോ 9 മണിക്ക് തുടങ്ങി 9:25 അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, 5 മിനിറ്റ് ഒരു ബ്രേക്ക് എടുത്തു, തിരിച്ചു വരണം അല്ലെ. ആ പോയ വഴിക്ക് പോകരുത്, തിരിച്ചു വരിക. 9:30 തുടങ്ങുക, 9:55 വീണ്ടും ഒരു ബ്രേക്ക് എടുക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക അല്ലെ. അങ്ങനെ ആ ഒരു 4 പോമഡോറോ സൈക്കിൾസ് വരെ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത്. അതിലേക്കാളും കൂടുതലായാൽ പൊതുവെ പിന്നെ നമുക്ക് ലാസ്റ്റിലോട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയില്ലാത്തവര് അല്ലെങ്കിൽ അത്ര എഫക്റ്റീവ് അല്ലാത്തൊരു കേസ് വരും. നിങ്ങൾ തന്നെ പല ആൾക്കാരും പഠിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കും ചിലപ്പോൾ ഇത് അല്ലേ. അതായത് നമ്മൾ കുത്തിയിരുന്ന് പഠിക്കുന്ന കുറേ നേരം പഠിക്കും, നമുക്ക് അവസാനം ഒരു 1.5 മണിക്കൂർ എക്സോസ്റ്റ് ആയിട്ടല്ലേ ഇത് നിർത്തിയാമെന്നുള്ളൊരു ഫീലിംഗ് വരും. പിന്നെ ചിലപ്പോൾ ആ ഫുൾ ഡേ തന്നെ ചിലപ്പോൾ ഒരു വെറുപ്പ് പിടിച്ച് നമ്മൾ ചിലപ്പോൾ പഠിക്കില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആണ്. നമ്മുടെ ആ ഒരു ബേണിംഗ് ഔട്ട്, ആ ഒരു എന്താണല്ലേ മൊത്തം കത്തിപ്പോകുന്ന ആ ഒരു പ്രശ്നം, നമ്മുടെ ബ്രെയിൻ ആ ഒരു ബേൺ ഔട്ട് ആവുന്ന ഒരു പ്രശ്നം അവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആ ഒരു ഷെഡ്യൂൾസ് നിങ്ങൾ ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആ 25 മിനിറ്റ് പഠിച്ച് ഒന്ന് എഴുന്നേൽക്കുക, ഒന്ന് ഫ്രഷ് എയർ ഒക്കെ എടുക്കുക, കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക, വീണ്ടും അതേപോലെ തന്നെ തിരിച്ചു വന്നിരിക്കുക. അത് കഴിഞ്ഞിട്ടല്ലേ മേ ബി ഒരു ചെറിയൊരു വാക്ക് ആ റൂമിന്റെ അകത്ത് തന്നെ ചിലപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെ. ആ ഒരു നിങ്ങളുടെ എന്താണ് ഒരു ബ്രെയിനിന് വലിയ സ്ട്രെസ് വരാത്ത കാര്യങ്ങൾ, കുറച്ചൊരു ഫ്രീ ആക്കി വിടാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഒരു 5 മിനിറ്റിൽ ചെയ്യാൻ നോക്കുക. അപ്പൊ ഇത് വളരെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തു. ഇനി നമ്മൾ ആദ്യം മുതലേ പറഞ്ഞത്, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി അല്ലേ, നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി പഠിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഫസ്റ്റ് ഡേ പഠിക്കുന്നു അല്ലെ, അതിന്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇൻ കേസ് ആ ഷോർട്ട് നോട്ട്സിന്റെ അകത്ത് മെയിൻ പോയിന്റ്സ് വരും, അതിനകത്തുള്ള ഇക്വേഷൻസ് വരും, അതിനകത്തുള്ള വല്ല വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരും അല്ലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെറിയ വല്ല ഇക്വേഷൻ ബുക്ക്, നമ്മൾ പണ്ട് ബില്ലൊക്കെ എഴുതി വെക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ചെറിയൊരു ബുക്ക് എടുക്കുക, അതിനകത്ത് ഇക്വേഷൻസ് മാത്രം മാറ്റി എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഷോർട്ട് നോട്ട്സിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ആ ഒരു ഇക്വേഷൻ ബുക്കിന്റെ അകത്തൊക്കെ ഉള്ള ആ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ സ്റ്റിക്കി നോട്ട്സിലൊക്കെ എഴുതിയിട്ട് ചുമലിൽ കൊട്ടിച്ച് വെക്കാം. നമ്മളത് സ്ഥിരമായിട്ട് കാണുമ്പോഴാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കുക അല്ലെ. നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ക്ലാസ്സിൽ പറയുന്നതാണ്. അതായത് നിങ്ങൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്കൂളിലോ കോളേജിലോ പോകുന്ന സമയത്ത് അല്ലെ, സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ, ഏതോ ഒരാളുണ്ട്, അയാൾ നമ്മൾ നല്ലപോലെ പരിചയപ്പെടുന്നുണ്ടാവും അല്ലെ. അതായത് സ്ഥിരമായിട്ട് കാണുന്ന അയാൾ നമുക്ക് നല്ല പരിചയം ഉണ്ടാവും. അതേ സമയത്ത് മാസത്തിൽ ഒരിക്കൽ മാത്രം ആ നാട്ടിൽ വന്നു പോകുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അല്ലെ, നമ്മൾ ഒരു പ്രാവശ്യം ആളെ കാണുന്നത്, അപ്പൊ അയാൾ നമുക്ക് അത്ര വലിയ പരിചയം ഉണ്ടാവില്ല അല്ലെ. ആ സെയിം സാധനമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം പഠിക്കുന്ന കേസിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം അത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് നമുക്ക് നമ്മുടെ ഓർമ്മയുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ആക്കിയിട്ട് ചുമലിൽ ഒട്ടിച്ച് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ചിലപ്പോൾ അത് കാണും. വെറുതെ ഒന്ന് വായിച്ച് വിടുന്നേ ഉള്ളെങ്കിൽ കൂടി അത് നമ്മുടെ മെമ്മറിയിൽ ചെറുതായിട്ട് മെല്ലെ അത് അല്ലെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ അവിടെ സെറ്റ് ആവും. അതേ സമയത്ത് ബുക്കിൽ മാത്രമുള്ളതാണ്, നമ്മൾ പോയിട്ട് ബുക്കൊക്കെ എടുത്ത് തുറന്നു നോക്കുമ്പോൾ മാത്രമേ അതിന് നമുക്ക് പരിചയപ്പെടുന്നുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ MCQ വർക്ക്ഔട്ട് സെഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന എല്ലാ റിവിഷന്റെ ആ ഒരു സൈക്കിൾസിന്റെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആ ഒരു എല്ലാ പ്രാവശ്യം നിങ്ങൾ ആ ഷോർട്ട് നോട്ട്സ് കാണുക, എന്താണ് ആ ഒരു ഇക്വേഷൻ ബുക്ക് നോക്കുക, അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. ഇനി റിവിഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെ, ഞാൻ ആ day 1 ഇന്ന് ഞാൻ ആ പഠിത്തം സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്താണ് സെക്കൻഡ് ഡേ തന്നെ നിങ്ങൾ ആ ഫസ്റ്റ് ഡേ പഠിച്ച കാര്യം, ആ 0th ഡേ ആണ് നമ്മൾ ഇന്നത്തെ ഡേ ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡേ, അതാണ് ഞാൻ 1 എന്ന് പറയുന്ന ഒരു നമ്പറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ആ നമ്പർ 1 എന്ന് പറയുന്ന ഡേയില് നിങ്ങൾ എന്താണ് ഇന്നലെ പഠിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്യുക, ഒരു ചെറിയൊരു സമയം കൊടുത്താൽ മതി അല്ലെ. അത് കഴിഞ്ഞിട്ട് ആ ഒരു തേർഡ് ഡേ, പിന്നെ തേർഡ് ഡേയിൽ ഈ പറയുന്ന കാര്യം ഒന്നും കൂടി ഒന്ന് ആ 0th ഡേയിൽ പഠിച്ച കാര്യം ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു വീക്കെൻഡിൽ സാറ്റർഡേ ആയിക്കോട്ടെ സൺഡേ ആയിക്കോട്ടെ നിങ്ങളുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. 7th ഡേയിൽ
ആ ഒരു കംപ്ലീറ്റ് കാര്യം ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 2 weeks 14 days അല്ലെ, അത് കഴിഞ്ഞിട്ട് 30 days, അതായത് ബേസിക്കലി ഒരു മാസം നിങ്ങൾ ഒരു 5 പ്രാവശ്യം ആ ഒരു സെയിം സാധനം കണ്ടു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് ഇപ്പൊ നിങ്ങളുടെ ബ്രെയിനിൽ സെറ്റ് ആയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു day 1 പഠിച്ച കാര്യം നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഡേറ്റും കൂടി ഇട്ട് വെച്ചാൽ നല്ലതാണ് അല്ലെ. ഇന്ന ദിവസം പഠിച്ച കാര്യം എന്നുള്ള രീതിയിൽ ഷോർട്ട് നോട്ട്സിന് ഡേറ്റ്സ് ഇട്ട് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു റിവിഷൻ മെട്രിക്സ് ഫോളോ ചെയ്യാൻ പറ്റും. 3rd day ആ ഒരു കേസ് ഞാൻ ഇന്ന് അല്ലെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഡിസംബർ 1 പഠിച്ചു. അപ്പം December 2 ഞാൻ ആ December 1 പഠിച്ച കാര്യം ഒന്നുകൂടി നോക്കി. പിന്നെ December 4 ഞാൻ അല്ലെ ഒരു 3 days ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും തിരിച്ചു നോക്കി. അത് കഴിഞ്ഞിട്ട് 7th day ഞാൻ ഒന്നുകൂടി തിരിച്ചു നോക്കി. 14th day ഒന്നും കൂടി ഞാൻ തിരിച്ചു നോക്കുകയാണ്. ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ അല്ലെ. അപ്പൊ 2nd day ഈ പറഞ്ഞ ഡേന്റെ നെക്സ്റ്റ് ഡേയിലുള്ള ആ ഒരു ദിവസം പോയിട്ട് തിരിച്ചു നോക്കുക, തിരിഞ്ഞു നോക്കുക. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഒരു മാസം ഒരു 5 പ്രാവശ്യമൊക്കെ നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുകയാണ്. പഠിച്ച കാര്യം റിവൈസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് അത്ര കാര്യമായിട്ട് മറന്നുപോയില്ല. ചിലപ്പം കുറേ കാലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അല്ലേ നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടാൽ ചില ബാക്കിയുള്ള കുറേ സബ്ജക്ട് പഠിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരാം. പിന്നെ നിങ്ങൾ ഒരു 1 month കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യാം, 2 month കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യാം. അപ്പൊ ആ കേസിൽ അത് പിന്നെ ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ നിങ്ങളുടെ ആ ഒരു ബ്രെയിനിൽ സെറ്റ് ആവും. അപ്പൊ ഷോർട്ട് നോട്ട്സിന്റെ ആവശ്യം അതാണ്. നമ്മളൊരു എക്സാമിന്റെ സമയത്ത് എക്സാമിന് തൊട്ട് മുന്നേ ഫുൾ നോട്ടൊന്നും നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് ഈ ഷോർട്ട് നോട്ട്സ് ഒന്ന് മറച്ച് നോക്കിയാൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഏതെങ്കിലും ഫിലിമിന്റെ സെക്കൻഡ് പാർട്ടാണോ ഫസ്റ്റ് പാർട്ടിന്റെ റീക്യാപ്പ് കാണുന്നോ അല്ലേ, ആ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഫുള്ളായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് കയറി വരും. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറയുന്നത്, അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കേസ് അവിടെ വരികയാണെങ്കിൽ അല്ലെ, അപ്പൊ ആ കേസിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ഫസ്റ്റ് ഒരു 1-2 മാസം നിങ്ങൾ കറക്റ്റായിട്ട് ഈ പറയുന്ന പ്രോസസ്സ് ട്രാക്ക് ചെയ്യാം. അതിൽ ഏതാണ് നമ്മൾ ചെയ്യുന്ന വർക്ക്, അതായത് ഇന്ന ദിവസം ഞാൻ ഇത്രയൊക്കെ പഠിച്ചു അല്ലെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലെ, day 1 ഞാൻ എന്താണ് ഈ സബ്ജക്റ്റിന് ഇത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ഒരു 120 ക്വസ്റ്റ്യൻസ് ചെയ്തു, അതുപോലെ ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ സമയം എനിക്ക് ബാക്കിയായിരുന്നു അല്ലെ, ഫസ്റ്റ് വീക്കിന്റെ എൻഡിൽ നിങ്ങളിത് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ അത് ഈ പറയുന്ന ഒരു റിവ്യൂ നടത്താം. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ പഠിക്കാൻ പറ്റിയില്ല, അപ്പൊ ആ കാര്യമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ എവിടെയൊക്കെയാണ് പ്രശ്നം, മേ ബി നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടൈം സ്പാനിന്റെ ഇടയിൽ എന്തൊക്കെയോ കാര്യം നമ്മൾ കുറച്ച് അല്ലെ ഒരു ലേസിനെസ്സോ കാരണം കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ടൈമല്ല എനിക്ക് വേറെ ടൈം ആയിരിക്കും ചിലപ്പോൾ ഒന്നുകൂടി സൂട്ടബിൾ ആവാം. ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ പഠിത്തം, ഉച്ചക്ക് MCQ, വൈകുന്നേരം പഠിത്തം, രാത്രി റിവിഷൻ, അതായിരിക്കില്ല. ചിലപ്പോൾ അത് തിരിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ചിലപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇഫക്റ്റീവ് ആവും. അതുപോലെ എവിടെയൊക്കെയാണ് ടൈം ഞാൻ വെറുതെ കളയുന്നത് അല്ലെ, ആ കാര്യമൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ് ഒന്ന് റീഅലൈൻ ചെയ്യാം. അതായത് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ല അല്ലെ, അത് എഫിഷ്യന്റ് ആണ്, അത് തന്നെ ഫോളോ ചെയ്യുക. ഇനി അതല്ല അത് കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ലെങ്കിൽ മൊത്തത്തിൽ ആ ഒരു കാര്യങ്ങൾ, ആ ഒരു സ്ട്രക്ചർ ഒന്ന് പൊളിച്ച് ചെയ്ത് അതൊന്ന് റീഅലൈൻ ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യുക. പക്ഷെ അതിൻ്റെ അകത്തുള്ള ആ ഒരു സ്ട്രക്ചർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുക അല്ലെ. അത് കഴിഞ്ഞിട്ട് മേ ബി ഞാൻ നേരത്തെ പറഞ്ഞു ആ ടൈമിന്റെ കേസൊക്കെ ഒന്ന് സ്വാപ്പ് ചെയ്തിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് സെറ്റായിട്ട് ഇഫക്റ്റീവായിട്ട് ചിലപ്പോൾ നടക്കുമായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ PSCന്റെ കേസ് അല്ലെ, ഒരു ടെക്നിക്കൽ PSCന്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ PSCക്ക് കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയി വരുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മുടെ കേസിൽ അങ്ങനെ ഒരു കേസില്ല. അത് എന്ത് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു 5 വർഷം കഴിഞ്ഞാലും അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാലും സിലബസ് അത് തന്നെയാണ്, ആ സെയിം സാധനം പഠിക്കേണ്ടത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ പഠിച്ചുള്ള ഒരാൾക്ക് അല്ലെ മേ ബി ഒരു 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 7 വർഷം അല്ലെ ഈ ഒരു ഫീൽഡിൽ തന്നെ ഉറപ്പായിട്ടും ജോലി കിട്ടും. പക്ഷെ അത്രയും കാലം കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്നതിൽ വലിയ കാര്യമില്ല അല്ലെ. നമുക്ക് മിക്കവാറും അത്രയൊക്കെ സമയമാകുമ്പോഴത്തേക്ക് പ്രഷറും ഷുഗറും ഒക്കെ വന്നിട്ട് ആ ഒരു പൈസ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടുക, അതാണ് നമ്മുടെ ഒരു എയിം. അതായത് ഒരു 6 മാസം നമുക്ക് PSC ആകുന്ന 6 മാസം കൊണ്ട് ജോലി കിട്ടുന്നുള്ള കാര്യം ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ. നമ്മൾ എക്സാം എഴുതുന്നു, അതിന്റെ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പൊ അതുകൊണ്ട് ഒരു 1 to 1.5 yearsന്റെ ഒരു പ്രോസസ്സാണ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒരു വർഷം 1.5 വർഷം ആകുമ്പോഴത്തേക്ക് നമ്മൾ ജോലി കിട്ടും. അതായത് ഞാനൊരു ബിഗിനറിന്റെ ലെവലിൽ പറയുകയാണ്, ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഏറ്റവും മിനിമം ടൈമിൽ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇഫക്റ്റീവായിട്ട് അല്ലെ നല്ല പ്രോപ്പറായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ അകത്താണ് എല്ലാ കാര്യങ്ങളും ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതുകൊണ്ട് അല്ലെ നെക്സ്റ്റ് ഒരു 6 months 7 months കഴിയുന്ന ഒരു എക്സാം വരുന്ന ഒരു കേസ് നമുക്ക് ഇനി എന്താണ് നമ്മുടെ ഈ കറന്റ് ആയിട്ടുള്ള എക്സാം
ഒരു മാരത്തൺ സീരീസ് തന്നെ, ഒരുപാട് എക്സാംസ് ഉണ്ടായിരുന്നു അല്ലേ. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം മിക്കവാറും നെക്സ്റ്റ് ആ ഒരു ജൂൺ ജൂലൈ മുതൽ അങ്ങോട്ടേക്ക് വീണ്ടും അടുത്ത ആ ഒരു എക്സാം സീസൺ വരും. അപ്പൊ അപ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ പോരാളികളായി മാറണം അല്ലേ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ ഈ ഒരു ടൈം ലൈൻസ് ഒക്കെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ PWDA ഡിസംബർ 11 നടത്താനിരുന്ന എക്സാം ഒക്കെ നീട്ടി വെച്ചിട്ടുണ്ട് അല്ലെ, ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ PWDA റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു റിവിഷൻ ബാച്ച് ഓൾറെഡി കാര്യക്ഷമമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ബാച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടാകും. പക്ഷേ റിവൈസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാണ്ട് ചിലപ്പം എന്ത് ചെയ്യണമെന്നാണ് പകച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം. അപ്പൊ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു റിവിഷന് വേണ്ടിയിട്ട് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. കറക്റ്റായിട്ട് അതൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ PWDA എക്സാമിന് അത്യാവശ്യം ഒരു 100-ൽ കൂടുതൽ വേക്കൻസി ഒക്കെ മിക്കവാറും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ആ ഒരു എക്സാമിന് തന്നെ വേണമെങ്കിൽ നമുക്ക് കയറിപ്പോം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസ് താഴെ കാണാൻ നമ്മൾ 9995-100-800 കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇങ്ങനെയുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാം. അപ്പോൾ താങ്ക് യു, ബൈ, ഓൾ ദ ബെസ്റ്റ്.